ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ടെറസ് കിച്ചണിലെത്തിയിരിക്കുകയാണ്. എത്ര ദിവസമായില്ലേ നിങ്ങൾ ഈ ടെറസ് കിച്ചൺ കണ്ടിട്ട്? ഞാൻ കണ്ടിട്ട് കുറേ ദിവസമായി എന്ന് പറയാം. പക്ഷേ ഞാൻ ഇടയ്ക്കൊരു ദിവസം വന്നു ഡാർക്ക് ഫാൻറ്റസിയുടെ നമ്മളൊരു ആഡ് ചെയ്തല്ലോ, റീൽസ് പോലെ ഷോർട്സ് ആയിട്ട്. അതിവിടെ വെച്ചാൽ ചെയ്തത്. അതിനുവേണ്ടി വന്നിരുന്നു. ഏതാണ്ട് 5 മാസം നമ്മളുടെ ഈ ഒരു അടുക്കള അടഞ്ഞു കിടക്കുമായിരുന്നു. ഒരുപാട് എന്താ പറയുക, എല്ലാം അടുക്കിയൊക്കെ വെച്ചിട്ട് എന്നാലും കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ പണിയുണ്ടായിരുന്നു. ഒരു വിധം ഹാഫ് വേ ആയി എന്ന് പറയാം. കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടില്ല, ഒരു ഭാഗമെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കുറേ പേര് പറഞ്ഞു പ്യുവർ കുക്കിംഗ് ആയിട്ടുള്ള കുറച്ച് വ്ളോഗ്സും കൂടി വേണം എന്ന് പറഞ്ഞു. അത് വ്ളോഗ് സ്റ്റൈൽ അല്ലാണ്ട് പ്യുവർ കുക്കിംഗ്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്ന അങ്ങനെയല്ലേ, ഉള്ളി പാചകം, ഓക്കെ, പാചകം കുറയ്ക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, കുറേ നാളായി നമ്മൾ എന്താ പറയുക പുഡിങ്സ് ചെയ്തിട്ട് ഒത്തിരി നാളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പുഡിങ് ചെയ്യാം. അപ്പോൾ ഈ പുഡിങ് എന്ന് പറഞ്ഞാൽ മാഷ്മലോസ് അറിയാമല്ലോ അല്ലേ? മാഷ്മലോ ഉണ്ടാക്കുന്നതാണെങ്കിലും മാഷ്മലോ കഴിക്കുന്നതാണെങ്കിലും ഇഷ്ടമാണ് എല്ലാവർക്കും. ഊട്ടി സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ മാഷ്മലോസ് ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടും. അങ്ങനെ അത് ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ മാഷ്മലോസ് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഈ എന്താ പറയുക ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്കിലൊക്കെ മാഷ്മലോ ഒക്കെ ഇട്ട് മെൽറ്റ് ചെയ്ത് കഴിക്കുന്ന അങ്ങനെയൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ മാഷ്മലോ വെച്ചൊരു പുഡിങ് ഉണ്ടാക്കിയാൽ ഇറ്റ്സ് എ മാഷ്മലോ പുഡിങ്. എങ്ങനെ ഉണ്ടാവും? അടിപൊളിയല്ലേ? അപ്പോൾ മാഷ്മലോ പുഡിങ്ങാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. പറയുമ്പോൾ നമുക്ക് പേടിയാവും, ഈ മാഷ്മലോ പുഡിങ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് തോന്നും. പക്ഷേ വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ്, മുട്ടയുടെ വൈറ്റ്, പഞ്ചസാര പൊടിച്ചത്, ജലാറ്റിൻ, ഇത്ര കാര്യം മതി. പിന്നെ എസൻസ്, പിന്നെ കളറിങ് വേണം എന്നുണ്ടെങ്കിൽ ഒരല്പം കളർ, അല്ലെങ്കിൽ വൈറ്റാണ് കളർ. ചിലപ്പോൾ പിങ്ക്, ലൈറ്റ് ബേബി പിങ്ക് കാണാറില്ലേ, അങ്ങനെയും ആകാം, അത് നമ്മളുടെ ഇഷ്ടം. അപ്പോൾ എല്ലാം ഞാൻ ഏകദേശം ഞാൻ പൊടിച്ച പഞ്ചസാരയൊക്കെ റെഡിയാക്കി, സമയം കളയണ്ടല്ലോ എന്ന് വെച്ച്. പിന്നെ അതുപോലെ എഗ് വൈറ്റ് ഞാൻ മഞ്ഞയും വെള്ളയും വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 4 മുട്ടയുടെ വെള്ളയും 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും റെഡി. ഇനി എന്താ ചെയ്യേണ്ടത്? ജലാറ്റിൻ കുതിരാനായിട്ട് വയ്ക്കാം. അപ്പോൾ വെള്ളവും ഞാൻ ഫ്രിഡ്ജൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഓഫ് ചെയ്ത് തുറന്ന് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓൺ ചെയ്ത് ഉപയോഗിക്കാൻ പാകമായിട്ട് ഒന്ന് തണുപ്പിച്ചൊക്കെ എടുത്ത് വരുന്നു. ഐസ് വാട്ടർ പാത്രത്തിൽ വെച്ചു, പെട്ടെന്നാകാൻ വേണ്ടി കുറച്ചെടുത്ത് വെച്ചു. അപ്പോൾ ഇനി നമുക്ക് ജലാറ്റിൻ ഒരു 1.5 ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഐസ് വാട്ടർ വെച്ച് വയ്ക്കും. അപ്പോൾ 1/2 കപ്പ് ഐസ് വാട്ടർ, അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജലാറ്റിൻ കറക്റ്റ് അളവിന് തന്നെ ചേർക്കണം. ഇതൊരു 1 ടേബിൾ സ്പൂൺ. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി ചേർക്കാം. 1.5 ടീസ്പൂണാണ് 1/2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇനി ഒരു 1.5 ടീസ്പൂണും കൂടി എടുക്കാം. 3 ടീസ്പൂണാണ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ എൻ്റെ ഹാഫ് ഈസ് 1.5 ടീസ്പൂൺ. മെഷറിങ്ങിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ 1.5 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുക്കാം മെഷറിങ് കപ്പിൽ, പിന്നെ 1.5 ടീസ്പൂണും കൂടി എടുക്കുമ്പോൾ കറക്റ്റ് 1.5 ടേബിൾ സ്പൂൺ ആകും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുതിരട്ടെ, ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നല്ല കുതിർന്ന് റെഡിയായി വരും. ഒരു 5 മിനിറ്റ്, 5 മുതൽ 10 മിനിറ്റ്, 10 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല. ഇത് നോക്കിയേ, ജലാറ്റിൻ നല്ല കുതിർന്ന് സോഫ്റ്റായിട്ടിരിക്കുന്നു. വെള്ളമൊക്കെ വറ്റി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനും വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഹോട്ട് വാട്ടർ, ബോയിലിംഗ് വാട്ടറാണ്. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒരു 1/2 കപ്പ് ഒഴിച്ചിട്ടാണ് നമ്മളിതിനെ മെൽറ്റ് ചെയ്യിക്കുന്നത്. അതിപ്പോൾ റെഡിയായി, ഇത് തിളയ്ക്കാറായി വെള്ളം. ഞാൻ എന്തിനാണ് എല്ലാം ചെയ്യുന്നതെന്ന് അറിയാമോ? ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ചുകൂടി ഷോർട്ടാകും. ഒരുപാട് പേർക്ക് ലെങ്തി വീഡിയോസ് വേണ്ടാന്ന് പറയുന്നതുകൊണ്ട് കുറച്ച് കുറയ്ക്കാൻ വിചാരിച്ചു. ഞാൻ ഒരുപാട് വർത്താനം പറയുന്നുണ്ട്, പക്ഷെ എന്നാലും ഇതേ നോക്കിയേ, ജലാറ്റിൻ്റെ അവസ്ഥ ഇങ്ങനെയായാലോ. ഓക്കെ, കൂൾ. ഇനി ബോയിലിംഗ് വാട്ടർ ഒഴിക്കാം. വെള്ളം തിളച്ച് തുടങ്ങി. അതും 1/2 കപ്പ് തന്നെയാണ്, ഹാഫ് കപ്പ്. ഈ ചൂടിലാണ് നമ്മളുടെ ജലാറ്റിൻ റെഡിയാകുന്നത്. നോക്കിയേ എന്ത് ഫാസ്റ്റായിട്ടാവുന്നു. ഇതൊരു മെത്തേഡാണ് കേട്ടോ. ഈ ഒരു മെത്തേഡ് വളരെ ഈസിയാണ്. ചിലപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മൾ മെൽറ്റ് ചെയ്യും, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫാസ്റ്റായിട്ടാകും. ഉള്ളി തിങ്സ് നമ്മുടെ ക്വാണ്ടിറ്റി, ഇതിപ്പോൾ നമ്മൾ രണ്ടും കൂടി ചേർത്ത് 1 കപ്പ് വെള്ളം ചേർന്ന് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വെള്ളം വേണ്ട എന്നുണ്ടെങ്കിലാണ് കുറച്ച് വെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിന് ഈ ഒരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിക്കോട്ടെ, ഇത് മെൽറ്റ് ആയിക്കോളൂ. ഇനിയിപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് നന്നായിട്ട് പതിപ്പിക്കണം, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ എഗ് വൈറ്റ് ഇസ് റെഡി. 4 മുട്ടയുടെ വെള്ള. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എഗ് വൈറ്റ് നന്നായി പതഞ്ഞ് വരണം എന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. പിന്നെ പറ്റുമെങ്കിൽ പാത്രം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് തുടങ്ങിയത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ എക്യുപ്മെൻറ്റ്സ്, നമ്മളിപ്പോൾ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിലൊന്നും വെള്ളം പാടില്ല കേട്ടോ, ശ്രദ്ധിക്കണം. ഓയിൽ ഓർ വാട്ടർ. പിന്നെ ഇതിപ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും റെഡി. അപ്പോൾ ഇനി പാത്രത്തിലേക്ക് മാറ്റട്ടെ. അതെ, നോക്കിക്കോളൂ. 4 എഗ് വൈറ്റ്. ചെറിയ സ്പീഡിൽ നിന്നും തുടങ്ങാം.
ഇതിപ്പോൾ നന്നായി പതഞ്ഞ് വന്നു തുടങ്ങിയല്ലോ. ഇനി ഇച്ചിരി ഇങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജലാറ്റിൻ കുറേശ്ശെ നൂല് പോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കണം. രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. സ്ലോ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, നോക്കി കംപ്ലീറ്റ് മെൽറ്റഡ് ജലാറ്റിനും ആ ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. ആ ലൈറ്റ് ചൂടോടുകൂടി അതും ചേർത്ത് നന്നായിട്ട് ഫ്ലഫി ആയി വന്നു കഴിഞ്ഞു. ഇപ്പം നല്ല ഫ്ലഫി ആയി കഴിഞ്ഞു. ജലാറ്റിനെല്ലാം നന്നായിട്ട് എഗ് വൈറ്റിൻ്റെ കൂടെ മിക്സായി. കുറേശ്ശെയാണ് നൂല് പോലെയാണ് ഒഴിക്കേണ്ടത്. ഇനി ആ പൊടിച്ച പഞ്ചസാര 2 പ്രാവശ്യമായിട്ട് പകുതി. ഓക്കെ, ഇട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം. ഇത് നല്ല കട്ടിയാകുന്നവരെ ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ചെറിയ നുള്ള ഉപ്പും പിന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ. ക്ലിയർ വാനില എൻ്റെ കയ്യിൽ തീർന്നു പോയി, അതായിരുന്നു കൂടുതൽ നല്ലത് കളർ. അപ്പം നല്ല കട്ടിയായി കഴിഞ്ഞു. ഇതേ നോക്കിയേ, നല്ല കട്ടിയായി നല്ല ഒരു മാഷ്മെലോ ടെക്സ്ചറായി കഴിഞ്ഞു. ജലറ്റിന് ഭയങ്കര ഒരു സ്മെല്ലാണ്, ഡേർട്ടി സ്മെല്ലാണ് ശരിക്കും പറഞ്ഞാൽ, വിത്തൗട്ട് എനി ഫ്ലേവർ. അപ്പോൾ അതുകൊണ്ടാണ് വാനില എസൻസ് ചേർക്കുമ്പോൾ ആ ഒരു സ്മെല്ലെല്ലാം പോകും. പിന്നെ നോർമലി വൈറ്റ് കളറിലെ മാഷ്മെലോസ് എല്ലാവർക്കും ഇഷ്ടമല്ല. അപ്പോൾ വൈറ്റ് മാഷ്മെലോ പുഡിംഗ് ആകാം, അതല്ലെങ്കിൽ ഒരു അല്പം പിങ്ക് ഷെയ്ഡ് കൊടുത്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ദാറ്റ് ഈസ് ഒരു പാത്രത്തിൽ വൈറ്റും ഒന്നിലൊരൽപ്പം പിങ്ക് കളറും കൊടുക്കാം അല്ലേ. ഒരു ചെറുതും ഒരു വലുതും. നല്ല തിക്കായി കഴിഞ്ഞു. അപ്പോൾ ഒരു വൈറ്റായിട്ട് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം ഒരു ട്രേയിൽ. മറാങ്ങൊക്കെ പോലെ തന്നെ തോന്നും. ഓൾമോസ്റ്റ് ആ ഒരു ഫീലാണ് കിട്ടുക, നമ്മൾ മാക്രൂൺസൊക്കെ ഉണ്ടാക്കുന്ന പോലെ. പക്ഷേ ഇതിൽ ജലാറ്റിനാണ് മെയിൻ ഏജൻറ്റ്. ലെവൽ ചെയ്ത് കൊടുക്കാം. ഇത് നല്ല തിക്കാണ്, കട്ടിക്കാനിരിക്കുന്നത്, അല്ലാണ്ട് സ്വന്തമായിട്ട് സ്പ്രെഡ് ആവില്ല. നമ്മൾ തന്നെ ലെവൽ ചെയ്യേണ്ടി വരും. ദിസ് ഈസ് ഗോയിങ് ടു ബി അവർ മാർഷ്മെല്ലോ പുഡിംഗ്. ഇനി ഇപ്പുറത്തേൽ നമുക്ക് ആദ്യം ഒരു ലെയർ വൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ മേളിലൊരു പിങ്ക് ലെയർ കൊടുക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ന്യൂ ഐഡിയ. ഒരൽപ്പം പിങ്ക് ഫുഡ് കളർ, പെർമിറ്റഡ് ഫുഡ് കളർ ചേർക്കാം. ജെൽ കളർ ലൈറ്റ് പിങ്ക് മതി, ഒത്തിരി പിങ്ക് ആവണ്ട. ഇത് നോക്കിയേ, ബേബി പിങ്ക്. അപ്പോൾ ഒരു 2 ലെയർ ഡബിൾ കളറിൽ കിട്ടും. ദേ വെക്കാൻ പോണു എൻ്റെ മേളിലേക്ക്. വൈറ്റ് ലെയറിൻ്റെ മുകളിലായിട്ട് പിങ്ക് 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 കംപ്ലീറ്റ് സ്ക്രേപ്പ് ചെയ്തെടുക്കും. ഓൾമോസ്റ്റ് അതിൻ്റെ ടെക്സ്ചറൊന്നും നമുക്ക് നഷ്ടപ്പെടില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനൊരു സ്പൂണിൻ്റെ സഹായത്തോടു കൂടി ലെവൽ ചെയ്ത് കൊടുക്കും. ഫിനിഷ്ഡ്. ഓക്കെ, സോ അവർ മാർഷ്മെല്ലോ പുഡിംഗ് ഈസ് ഓൾമോസ്റ്റ് റെഡി. അങ്ങനെ മനോഹരിയായ നമ്മുടെ മാർഷ്മെല്ലോ പുഡിംഗ്. എനിക്ക് ഇതിനോടാണ് കൂടുതൽ ഇഷ്ടം. 2 ലെയറാണ്, ബ്യൂട്ടി കൂടുതലാണ്. ഓക്കെ, വൈറ്റ് ആൻഡ് പിങ്ക്. അപ്പോൾ പെട്ടെന്നാകാനായിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വൈറ്റിനെയും ഡബിൾ കളറിനെയും ഞാൻ ഫ്രീസറിലേക്ക് വെക്കും. തിരിച്ചിട്ടാൽ വീഴില്ല, അങ്ങനെ നമ്മൾ ആ ലെവലിലാണ്. അത്രയും ഫ്ലഫിയാണ്, തിക്കാണ്. നമ്മുടെ ഫ്രിഡ്ജൊക്കെ പ്രാക്ടിക്കലി ഇപ്പോൾ എംറ്റി ആണ്. ഇനിയാണ് സാധനങ്ങൾ കയറി തുടങ്ങാൻ പോണേ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ.
ഇച്ചിരി വെയിറ്റ് ചെയ്യണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കാം. നമ്മുടെ മാഷ്മെല്ലോ സെറ്റായിട്ടുണ്ടാവും. ഓക്കെ, മാഷ്മെല്ലോ പുഡിങ്. അയ്യോ തെറ്റിപ്പോയി, മാഷ്മെല്ലോ അല്ല, മാഷ്മെല്ലോ പുഡിങ്. എക്സാക്ട് മാഷ്മെല്ലോയുടെ ടേസ്റ്റും ആ ഒരു ടെക്സ്ചറും, പക്ഷേ നല്ല തണുത്ത് പുഡിങ്ങിൻ്റെ ആ പുഡിങ്ങായിട്ട് കഴിക്കാൻ പറ്റുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര നല്ല. അപ്പം തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കാണാം അത് റെഡി ആയിട്ട്. ടൂ ലെയറിനെ ഞാനിങ്ങനെ എടുത്തിട്ട് വന്നു. അതാണ് ചെറിയ പാത്രത്തിൽ അതുകൊണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് സെറ്റാകും. ഇനി അതിനെ ഒന്ന് കട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഞാൻ നോക്കണേ. നല്ല സെറ്റായി കഴിഞ്ഞാൽ നമുക്കിനെ കട്ട് ചെയ്തെടുക്കാം. ശരിക്കും മാഷ്മെല്ലോസൊക്കെ കട്ട് ചെയ്യുന്ന പോലെ. ഇതേ നോക്കിക്കോളൂ, സൈഡ്സ് എന്നൊക്കെ വിട്ട് വരുന്ന കണ്ടോ. എത്ര സൈസ് വേണം? നോക്കിയേ, 2 ലെയർ. ടെക്സ്ചർ കണ്ടോ? ഓഹോ, ഫ്ലഫി മാഷ്മെല്ലോ തന്നെയാണ്. എക്സാക്റ്റ് അതേ ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മാഷ്മെല്ലോ പുഡിങ് ഈസ് റെഡി. ടെക്സ്ചർ എല്ലാം നോക്കിക്കോളൂ കേട്ടോ. ഭയങ്കര എന്താ പറയുക, കോട്ടൺ പോലെ ഫ്ലഫി ഇങ്ങനെ കുലുങ്ങുന്ന പോലെ അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇത് നമ്മൾ 2 ലെയറാണ്, അത് കാരണം ഇത് നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ. സോ ബ്യൂട്ടിഫുൾ. ഇത് നമ്മുടെ വൈറ്റ് മാഷ്മെല്ലോ പുഡിങ്. അപ്പോൾ നമ്മുടെ വൈറ്റ് മാഷ്മെല്ലോ ഈസ് ഓൾസോ റെഡി. ഇത് ഞാൻ ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിരിക്കുന്നുണ്ട്, 2 ലെയർ. അത് നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം കൊടുക്കുക എന്തായാലും. അതൊരു സെറ്റാകാനുള്ള അത്രയും മതി. എനിക്ക് അത്രയും സമയമില്ല സത്യം പറഞ്ഞാൽ. ഞാനൊരു ഹാർഡ്ലി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തു എന്ന് പറയാം, എന്നിട്ടാണ് എടുത്ത് തുടങ്ങിയത്. ഇനി ഇതിനെ നമ്മൾ ആ ഒരു പീസ് എടുക്കുമ്പോൾ മാത്രമേ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ആദ്യത്തെ ഒരു പീസ് അവിടെ നമുക്കൊരു ഓപ്പണിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് കട്ട് ചെയ്ത്. ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ 2, 3, 4, 5, 6, 7, 8 പീസ് എടുത്തു. അതിന് വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ പീസ് ആക്കുകയാണെങ്കിൽ 6 പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ഇനി ഇതിന് എന്താ ചെയ്യണ്ടേ? പ്യുവർ വൈറ്റ്. അപ്പോൾ ഇവിടുത്തെ പീസ് എടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ചെറിയ പീസാക്കി അതിനെ മാറ്റിയിട്ട് പിന്നെ നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് എടുക്കാൻ എളുപ്പമായിരിക്കും. കട്ട് ചെയ്ത് മാറ്റും. ഇതെപ്പോഴും നമ്മളൊരു ലാസ്റ്റ് പീസിനെ നമ്മളിങ്ങനെ മാറ്റിയിട്ട്, അതല്ലെങ്കിൽ വേറൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ പുഡിങ് ഡിഷിൽ ഒരു ക്ലിങ് ഫിലിം ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് അതെടുത്ത് മാറ്റിയാൽ മതിയല്ലോ എളുപ്പത്തിന്. പിന്നെ എടുത്തിട്ട് കട്ട് ചെയ്യാം. നമ്മുടെ വൈറ്റിനെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റുന്നു. അവിടെ സെറ്റായി വരുന്നതേ ഉള്ളൂ. ആക്ച്വലി ഞാൻ അതിന് മുന്നേ എടുത്താണ്. അങ്ങനെ മാഷ്മെല്ലോ പുഡിങ്സ് എല്ലാം ഇവിടെ റെഡി. ഇത് ഏകദേശം ഒരു 10-20 പേർക്ക് കൊടുക്കാനുള്ള അത്രയും പുഡിങ് ഉണ്ടാവും കേട്ടോ. 2 ട്രേ നിറച്ച് കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത ഭാഗം അത്ര ഷേപ്പല്ലല്ലോ, കുറച്ച് ഷേപ്പ് കുറച്ച് അതിൽ നിന്ന് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഡബിൾ ലെയർ ഫസ്റ്റ്. ആഹാ, മെൽറ്റിങ് ഇൻ മൈ മൗത്ത്. ശരിക്കും മാഷ്മെല്ലോ കഴിക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ തണുപ്പിച്ച് കഴിക്കുന്ന എങ്ങനെ ഉണ്ടാവും അതേപോലെ. ഇത് നമ്മുടെ വൈറ്റ് മാഷ്മെല്ലോ, പെർഫെക്റ്റ്. ഇച്ചിരി മധുരം കയറിയാണ് നിൽക്കുന്നത്, അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്ത ക്വാണ്ടിറ്റി 1 കപ്പ് ഓഫ് പൗഡേർഡ് ഷുഗറാണ്. അതൊരു 3/4 കപ്പ് പൗഡേർഡ് ഷുഗർ ചേർത്താലും മതി. ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ. അത്യാവശ്യം നല്ല മധുരമുണ്ട്.
ഈ ടെക്സ്ചർ ഇതെല്ലാം ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞ അതേ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി, വേറെ ഒന്നും നോക്കണ്ട. പിന്നെ ഈ ജലറ്റിനൊരു മണമുണ്ട്, ആ സ്മെല്ല് പോകാനായിട്ട് നമ്മൾ വാനില എസൻസ് ഇപ്പോൾ ചേർത്ത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറിലുള്ള എസൻസ് വേണമെങ്കിലും ചേർക്കാം. ഇപ്പോൾ സ്ട്രോബെറി വേണമെങ്കിലും ചേർക്കാം, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ എസൻസ് മറക്കണ്ട കേട്ടോ. ഇതിങ്ങനെ ആ ഒരു ഫ്ലഫി ടെക്സ്ചർ. അപ്പോൾ സാധാരണ മാഷ്മെല്ലോയിൽ ചെയ്യുന്നതിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. ഇത് നമ്മുടെ പുഡിങ്ങാണ്, മാഷ്മെല്ലോ പുഡിങ്. പിന്നെ ഒരു പ്രധാന കാര്യം, നമ്മൾ ഫ്രീസറിൽ 1 മണിക്കൂർ വെച്ചിട്ടാണ് സെറ്റാക്കി എടുത്തത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. ഒരു ക്ലിങ് ഫിലിം കൊണ്ട് റാപ്പ് ചെയ്തിട്ട് വയ്ക്കാം, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇതെല്ലാം വയ്ക്കാം. സത്യം പറഞ്ഞാൽ ഇവിടെ കഴിക്കാനിപ്പോൾ ആരുമില്ല. അനു വിഷ്ണു ഒന്നുമില്ലല്ലോ, ആരുമില്ല. അനുവിൻ്റെ വിഷ്ണുവിൻ്റെ ഒന്നും ഫ്രണ്ട്സ് ആരും വരുന്നില്ല. അത് കാരണം ആര് കഴിക്കും എന്നാലോചിച്ചിട്ടിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം, റോ എഗ്ഗാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എഗ് വൈറ്റ് പറഞ്ഞാൽ റോ ആണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും തോന്നുന്നു റോ എഗ്ഗ് ഇങ്ങനെ കഴിച്ചാൽ കുഴപ്പമുണ്ടോ. അപ്പോൾ പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് വാങ്ങിക്കുക. പാസ്ചറൈസ്ഡ് എഗ്ഗ് എന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങിക്കുക. അപ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. റോ എഗ്ഗ് ആണെങ്കിലും കുഴപ്പമില്ല. എഗ് വൈറ്റ് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിളാണ്, കണ്ടാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിലിട്ടാൽ മതി, പഞ്ഞി പോലെയാണ്, പഞ്ഞിക്കട്ട പോലെ അങ്ങ് അരിഞ്ഞു പോകും. അപ്പോൾ സന്തോഷം, ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു ലൈക്ക്, കമൻറ്റ് മസ്റ്റായിട്ട് തരണം കേട്ടോ. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ഇനി അടുത്തൊരു കുക്കിംഗ് വ്ളോഗായിട്ട് ആണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തന്നെ വരും. കുറച്ച് കുക്കിംഗ് വ്ളോഗ്സ് ചെയ്യാം അല്ലേ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിലൊന്നും പറയാം. ഇടയ്ക്കിടയ്ക്കല്ലാതെ നമുക്ക് താഴത്തെ കുട്ടി നമ്മുടെ കൊച്ചടുക്കളയിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. പുറത്തുള്ള കാഴ്ചകളും ഒക്കെ ആയിട്ടൊരു വ്ളോഗ് പോലെയും ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഇതിൻ്റെ എല്ലാം നിങ്ങൾ റീക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫേസ്ബുക്കിലുള്ള ലക്ഷ്മി നായർ വ്ളോഗ്സ് എന്നുള്ള ആ ഒരു ഗ്രൂപ്പിലും ഇടുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെയാണ് ആരെങ്കിലും ഒക്കെ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലക്ഷ്മി നായർ വ്ളോഗ്സ് എന്നുള്ള നമ്മുടെ ബ്യൂട്ടിഫുൾ യൂട്യൂബ് ഫാമിലിയുടെ ഭാഗമാകുക. താങ്ക് യു.